لله رب العالمين ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നാം എല്ലാവരും സാമൂഹികമായ നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുമ്പോൾ പല സന്ദർഭങ്ങളിലും വലിയ കണിശതയും ജാഗ്രതയും കാണിക്കാറുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. ഒരാൾ ബാധിക്കപ്പെട്ടിട്ടുള്ള അസുഖം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അയാൾക്കാവശ്യമായ പരിപാലനം, ശുശ്രൂഷ നൽകപ്പെടുമ്പോൾ രോഗിയായി കിടക്കുന്നത് ആര് തന്നെ ആയിരുന്നാലും ആ അസുഖം നമ്മുടെ ശരീരത്തെ പിടികൂടാതിരിക്കാൻ എന്തുമാത്രം വലിയ ശ്രദ്ധയാണ്, മുൻകരുതലാണ് അവരുമായി സഹവസിക്കുന്ന, അവരുമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും സ്വീകരിക്കാറുള്ളത്. ഭർത്താവിനെ പരിപാലിക്കുന്ന ഭാര്യ, ഭാര്യയെ പരിപാലിക്കുന്ന ഭർത്താവ്, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന മക്കൾ, രോഗികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ, പരിപാലകർ, എല്ലാവരും ആ അസുഖത്തെ നമ്മിലേക്ക് പടരാതിരിക്കാൻ, സമൂഹത്തിൽ വ്യാപിക്കാതിരിക്കാനുള്ള കണിശമായ ശ്രദ്ധയും കരുതലും സ്വീകരിച്ചു വരാറുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള, നാം എല്ലാവരും അനുഭവിച്ചറിഞ്ഞ വസ്തുതയാണ്. നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ അന്തരീക്ഷം, സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥ ഏത് കാര്യങ്ങളിലും ലയിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളുടെയും ഭാഗമായി ശരിയാണോ തെറ്റാണോ, നല്ലതാണോ ചീത്തയാണോ, നന്മയാണോ തിന്മയാണോ, പഠിപ്പിക്കപ്പെട്ടതാണോ വിലക്കപ്പെട്ടതാണോ
ഇത്തരത്തിലുള്ള പരിശോധനകൾ, അന്വേഷണങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളിലും തന്റെ പങ്കാളിത്തം, കുടുംബത്തിന്റെ പങ്കാളിത്തം, തന്റേതായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയുള്ള ഇടപെടൽ, ഇത്തരം കാര്യങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന വല്ലാത്ത അപകടകരമായ കാഴ്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുന്ന അൽ മുഅ്മിനൂൻ, വിശ്വാസികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, അതുപോലെ തന്നെ എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ള, നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യങ്ങളെ അതിന്റെ ഗൗരവത്തിൽ, അതർഹിക്കുന്ന പരിഗണനയിൽ ഉൾക്കൊണ്ടും സ്വീകരിച്ചും പോകുന്ന ഒരു മുസ്ലിമാണോ, ഒരു വിശ്വാസിയാണോ? ഒരിക്കലും സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളിലും തന്റെ മനസ്സിനെയും തന്റെ ശരീരത്തെയും തന്റെ സമയത്തെയും തന്റേതായ സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് ഒരിക്കലും ഭൂഷണമായ, അനുയോജ്യമായ ഒരു കാര്യമല്ല. സമൂഹത്തിൽ പല നിലക്കുള്ള ആഘോഷങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പേരിലുള്ള വലിയ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ സമൂഹത്തിൽ പടർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സ് തെറ്റുകയോ ഇളവുകയോ അല്ല വേണ്ടത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ, ആ മാർഗത്തിന്റെ ഭാഗമായി മരണം വരെ പോകണം എന്ന കണിശമായ ഒരു തീരുമാനം അതെടുക്കാൻ യഥാർത്ഥ മുസ്ലിങ്ങളാണോ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഏറ്റവും വലിയ രൂപത്തിലുള്ള, ഏറ്റവും ഗൗരവകരമായ നിലക്കുള്ള തെറ്റുകളെ, പാപങ്ങളെ നേരിൽ കണ്ട വ്യക്തിത്വം. പച്ചയായി ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ പരസ്യമായി എതിർക്കുന്ന ആളുകളെ കൂടുതലായി കണ്ട വ്യക്തിത്വമാണ് അവിടുന്ന്. എന്തൊക്കെ പ്രയാസങ്ങളാണ് ഏറ്റുവാങ്ങിയത്! ശാരീരികമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി, മാനസികമായ വേദനകൾ അവിടുന്ന് ഒരുപാട് സഹിച്ചു. കുടുംബപരമായ പ്രയാസങ്ങളുണ്ടായി, നാട്ടിലുള്ളവർ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. എന്തൊക്കെ പ്രയാസങ്ങൾ അവിടുന്ന് കാണേണ്ടി വന്നു, അനുഭവിക്കേണ്ടി വന്നു. അന്നത്തെ അവിശ്വാസികൾ, ബഹുദൈവാരാധകരായ ആളുകൾ പല നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിളക്കാൻ നോക്കി. മുഹമ്മദെ ഇങ്ങനെ ചെയ്താൽ മതി, മുഹമ്മദെ ഇത്ര മതി, മുഹമ്മദെ ഇതേ ആവശ്യമുള്ളൂ, ഞങ്ങളുമായി ഒന്ന് സഹകരിക്കൂ, അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഭൗതിക വിഷയത്തിലല്ല, സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയിലോ കാര്യത്തിലോ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തായി വിശ്വാസത്തോടെ ഏൽപ്പിച്ച വലിയ ഒരു കാര്യം, അല്ലാഹുവിന്റെ ദീൻ. ആ ദീനിനെ ബാധിക്കുന്ന, അതിന് വിള്ളലേൽക്കുന്ന, മങ്ങലേൽക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാധീനിച്ചത്. എന്താ അവിടുന്ന് കൊടുത്ത മറുപടി? ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ്. നിങ്ങൾക്ക് നിങ്ങൾ ശീലിച്ച, നിങ്ങളായി ഉണ്ടാക്കിയ, നിങ്ങൾക്ക് പലരാലും കൈമാറ്റം ചെയ്യപ്പെട്ട മാർഗത്തിലൂടെ നിങ്ങൾ പോവുക. എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്, വിശുദ്ധ ഇസ്ലാം എന്ന വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ ഞാൻ മുന്നോട്ട് പോകും. അതൊരാൾക്ക് മുമ്പിലും പണയം വെക്കാനും കാഴ്ചവെക്കാനും ഒരാൾക്ക് വേണ്ടി മാറ്റാനും ഞാൻ സന്നദ്ധനല്ല, തയ്യാറല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഈമാനികമായ ധൈര്യത്തോടെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ഒരുപക്ഷേ ഇന്നത്തെ തലമുറ എന്ത് കണ്ടാലും ആടിത്തിമിറക്കുന്ന, ആനന്ദിക്കുന്ന, ചാടിക്കളിക്കുന്ന, കൂക്കി വിളിക്കുന്ന തലമുറ, അവർക്ക് ചെറുപ്പത്തിൽ മനഃപ്പാഠമായിട്ടുള്ള ഒരു സൂറത്താണെങ്കിലും ഈ ആയത്തിന്റെ ആശയത്തെ, അതിന്റെ അർത്ഥത്തെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാവുകയില്ല. അത്രത്തോളം തെറ്റുകളിൽ, തിന്മകളിൽ, അന്ധവിശ്വാസങ്ങളിൽ മനസ്സ് ഊട്ടപ്പെട്ട ഒരവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞതായി ഖുർആൻ പറയുന്നു, ഖുൽ പ്രവാചകരെ പറയുക,
കുല്ലു യഅമലു അലാ ശാക്കിലതിഹി, ഓരോരുത്തരും അവരുടെ രീതി അനുസരിച്ച്, അവരുടെ പ്രകൃതമനുസരിച്ച്, സ്വഭാവമനുസരിച്ച് പ്രവർത്തിക്കും. ഫറബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീൽ, അല്ലാഹുവിനറിയാം, റബ്ബിനറിയാം ആരാണ് യഥാർത്ഥ വഴിയുടെ, ശരിയായ മാർഗത്തിന്റെ, വിജയമാർഗത്തിന്റെ പാതയിൽ അതിന്റെ കൂടെ ആരാണ് എന്നറിയുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ പണി എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതിൽ മനസ്സിനെ ഉറപ്പിക്കുക, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം, ഒരു അലട്ടൽ, ഒരു തോന്നൽ, എത്ര മുസ്ലിങ്ങൾ ഇതിനു വേണ്ടി മുമ്പിലുണ്ട്, എത്ര അറിവുള്ളവർ മുമ്പിലുണ്ട്, എത്ര അധ്യാപകർ മുമ്പിലുണ്ട്, ഇതൊക്കെ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലളിതമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, ഈ ദുന്യാവിൽ നോക്കൂ നിങ്ങൾ. ദുന്യാവിലെ ജീവിതം സുഖകരമായി കിട്ടാൻ അനിവാര്യമായ എന്തൊക്കെ കാര്യങ്ങളില്ലാതെ പകലും രാത്രിയും നമ്മൾ കഴിച്ചുകൂട്ടുന്നു, മണിക്കൂറുകൾ കഴിച്ചുകൂട്ടുന്നു. അത്തരം പരാതികൾ, പരിഭവങ്ങൾ നമ്മുടെ വാക്കിൽ മാത്രമല്ലാതെ അതിങ്ങനെ സങ്കടത്തോടെ, ദുഃഖത്തോടെ, അല്ലെങ്കിൽ ഒരു പ്രയാസത്തോടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞുകൂടുന്നുണ്ടോ? ഓരോ ദിവസവും കഴിക്കേണ്ട നേരത്ത് കഴിക്കുന്നു, വിശ്രമിക്കേണ്ട നേരത്ത് വിശ്രമിക്കുന്നു, ഉറങ്ങേണ്ട നേരത്ത് ഉറങ്ങുന്നു, ജോലിക്ക് പോകേണ്ട നേരം ജോലിക്ക് പോകുന്നു, കുളിക്കേണ്ട നേരത്ത് കുളിക്കുന്നു, വിസർജിക്കേണ്ട നേരത്ത് ആ കാര്യം നിർവഹിക്കുന്നു. എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ആ ചിന്ത അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കൊന്ന് കൊണ്ടുവരിക. മതത്തിന്റെ പേരിലും മതത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവരും പലതര ആഘോഷങ്ങളിലും അതേപോലെ തന്നെ ആചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അള്ളിപ്പിടിച്ചു പോകുന്നുണ്ടാകും. എന്ന് കരുതി നമുക്ക് അല്ലാഹു തന്ന ദീനിനെ പൊന്നുപോലെ സംരക്ഷിക്കണ്ട, ആ ദീനിനു വേണ്ടി വേണ്ട കാര്യങ്ങൾ, സേവനങ്ങൾ ചെയ്യണ്ട എന്നാണോ? ആ ദീനിൽ ഉറച്ചു നിൽക്കണ്ട എന്നാണോ? ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, മൻ അമില സാലിഹൻ ഫലിനഫ്സി, ആരാണോ നല്ലത് ചെയ്യുന്നത്, ആരാണോ നല്ലത് പ്രവർത്തിക്കുന്നത്, അവന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നല്ലത് എന്ന് പറയുമ്പോ നമ്മുടെ കണ്ണിൽ കാണുന്നതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയതുപോലെ ചെയ്യണം എന്നാണോ? അമലു സ്വാലിഹ്, നല്ല പ്രവൃത്തി എന്ന് വിശുദ്ധ ഖുർആൻ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ കൽപ്പനയുള്ള, അള്ളാഹുവിന്റെ അനുമതിയുള്ള, അള്ളാഹു തീരുമാനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, അംഗീകാരത്തിലൂടെ, അവിടുത്തെ ജീവിതത്തിലൂടെ അടിസ്ഥാനപരമായി നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ. അതാണ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ. നമുക്കെല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങൾ സൽക്കർമ്മമാണെങ്കിൽ ഇവിടെ കൂടിയ ഓരോരുത്തർക്കും തോന്നിയാൽ എത്ര കർമ്മമുണ്ടാകും? ലോകത്തെല്ലാവർക്കും തോന്നിയാൽ എത്ര കർമ്മങ്ങൾ ഉണ്ടാകും? അപ്പൊ അതിനൊരു മാനദണ്ഡമുണ്ട്. അത് ക്ലിപ്തപ്പെടുത്തപ്പെട്ട കാര്യമാണ്, പരിധി വെക്കപ്പെട്ട വിഷയമാണ്. എന്നിട്ട് പോലും അതിന്റെ അറ്റം കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മളാരും സൽക്കർമ്മങ്ങളുടെ ലോകത്തിലൂടെ യാത്ര പോയിട്ട് ഇതുവരെ പൂർണ്ണമായി കണ്ടെത്തി എന്ന് അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാലോ വമൻ അസാഅ ഫഅലൈഹാ, തെറ്റുകൾ, മോശമായ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത് അതും അവനുള്ളതാണ്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, എന്താ പേടി വേണ്ടത്? കുറെ ആളുകൾ നന്മ ചെയ്ത് അങ്ങനെ മരിച്ചു പോവുക, കുറെ ആളുകൾ തിന്മകളിൽ, വേണ്ടാത്തരങ്ങളിൽ വ്യാപൃതരായി അങ്ങനെ കാലം കഴിഞ്ഞു പോവുക എന്നാണോ? നമുക്ക് മനസ്സിലൊരു പേടി വേണം. അടുത്ത നിമിഷം ആരും കൂട്ടിനില്ലാതെ, ആരും എന്റെ കൂടെ വരാതെ ഞാൻ ഒറ്റക്കൊരു യാത്ര പോകാനുണ്ട്. അത് വല്ലാത്തൊരു യാത്രയാണ്. എല്ലാം ഒറ്റക്കനുഭവിക്കുന്ന, ആരോടും വിളിച്ചു പറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് പ്രകാരം നമ്മൾ ഓരോരുത്തരും ഒറ്റക്കനുഭവിച്ചു പോകേണ്ട ഒരു യാത്ര, മരണമാകുന്ന യാത്ര. ആ യാത്രയിൽ എനിക്ക് തണലായി, തുണയായി, താങ്ങായി ഉണ്ടാകേണ്ടത് ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങളാണ് എന്ന ചിന്തയും ഓർമ്മയും നമുക്കുണ്ടെങ്കിൽ, കലാലയങ്ങളിലാണെങ്കിലും, ഓഫീസുകളിലാണെങ്കിലും, അങ്ങാടികളിലാണെങ്കിലും, ക്ലബ്ബുകളിലാണെങ്കിലും, ജോലിസ്ഥലത്താണെങ്കിലും, എവിടെയായിരുന്നാലും അന്ധവിശ്വാസങ്ങൾക്ക്, അനാചാരങ്ങൾക്ക്, അനിസ്ലാമിക ആഘോഷങ്ങൾക്ക് തലവെച്ചു കൊടുക്കാൻ, ഒരു നാണയം അതിനുവേണ്ടി കൊടുക്കാൻ, നമ്മുടെ സമയം കൊടുക്കാൻ നമുക്ക് സാധിക്കൂല.
മരിച്ചു പോകുന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ, ആ ഓർമ്മ നമുക്കുണ്ടെങ്കിൽ, എന്റെ റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ നന്മയുടെ ലിസ്റ്റ് ക്ലിയറാണ്, തിന്മയുടെ ലിസ്റ്റും ക്ലിയറാണ്. അവിടെ പിന്നെ കൊടുക്കൽ വാങ്ങൽ പരിപാടിയില്ല, അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയില്ല. എടാ അത് കുറച്ചിങ്ങോട്ട് താ, ഇത് അങ്ങോട്ട് തരാ, അല്ലെങ്കിൽ നമുക്ക് അന്റെ ഇന്ത്യ നനവ് മൊത്തം കൂട്ടുക, നമ്മളെ തിന്മി മൊത്തം കൂട്ടുക, ഇവിടെ ഒരു പകുതിയാക്ക, അങ്ങനൊന്നുമില്ല. അങ്ങനത്തെ പരിപാടി അവിടെ അല്ല. ഓരോരുത്തരും ചെയ്തതിന് കണക്കനുസരിച്ച് അള്ളാഹു കൊടുക്കും എന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വല്ലാത്ത ഒരു സന്തോഷ വാർത്ത. നോക്കൂ നിങ്ങൾ, നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും നിലക്ക് പൈശാചികമായി ഉരുണ്ടുകൂടിയ പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തെ മുറിച്ചു മാറ്റാൻ പാകമായ, ആ പ്രയാസത്തെ വേരോടെ പിഴുതെറിയാൻ പാകമായ ഒരാശ്വാസവാക്ക് വിശുദ്ധ ഖുർആനിലുണ്ട്. പല ആയത്തുകളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോക്കൂ നിങ്ങൾ. വഖുൽ, പ്രവാചകരെ പറയുക, ലില്ലദീന ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്തവരോട്, വിശ്വാസമുറക്കാത്തവരോട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കാത്തവരോട് പറയുക, യഅമലു അലാ മകാനതികും, നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ ഏതൊരു മാർഗത്തിൽ, ഏതൊരു വിഷയത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ നിങ്ങൾ ചെയ്തോളിം. ഇന്നാമിലൂൻ, ഞാനും ചെയ്യുന്നവനാണ്, ഞങ്ങളും പ്രവർത്തിക്കുകയാണ്, നിങ്ങളും പ്രവർത്തിച്ചോളൂ, ഞങ്ങളും പ്രവർത്തിക്കുന്നു. പക്ഷേ വൻതളിറൂ, നിങ്ങൾ കാത്തിരുന്നോളൂ. ഇന്നാമുൻതളിറൂൻ, ഞങ്ങളും കാത്തിരിക്കുന്നവരാണ്. നാളെയുടെ ലോകം വരാനുണ്ട്. സത്യവും അസത്യവും വേർതിരിക്കപ്പെടുന്ന, സൗഭാഗ്യവും ദൗർഭാഗ്യവും വേർതിരിക്കപ്പെടുന്ന, നന്മയുടെ ആളുകളും തിന്മയുടെ ആളുകളും വേർതിരിക്കപ്പെടുന്ന, വിജയിച്ചവരും പരാജയപ്പെട്ടവരും വേർതിരിക്കപ്പെടുന്ന, സ്വർഗനരകാവകാശികൾ വേർതിരിക്കപ്പെടുന്ന ലോകം വരാനുണ്ട്. ആ ലോകത്തെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് ധൈര്യമായി പറയാൻ സാധിക്കണം, ധൈര്യമായി പറയാൻ സാധിക്കണം. അത് സഹോദരങ്ങളെ വല്ലാത്ത ഒരു നിലപാടാണ്. അത് ആർക്കേ പറയാൻ പറ്റുള്ളൂ അറിയോ? അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ദിവസം നിർബന്ധമായും മനസ്സറിഞ്ഞ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അള്ളാഹുവേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേർമാർഗത്തിലേക്ക് നാഥാ ഞങ്ങളെ വഴി നടത്തണേ. ഇതല്ലേ നമ്മൾ നിർബന്ധമായും റബ്ബിനോട് വളരെ കാര്യത്തോടെ ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു കാര്യം? എന്താ സഹോദരങ്ങളെ ആ ചോദ്യത്തിന്റെ താല്പര്യം? എന്തിനാണ് നമ്മൾ അങ്ങനെ കൽപ്പിക്കപ്പെട്ടത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നു, ഖദ് അമറനല്ലാഹ്, അല്ലാഹു നമ്മളെ കൽപ്പിച്ചിരിക്കുന്നു, അൻ നഖൂല ഫീ സ്വലാത്തിനാ, നമ്മുടെ നിസ്കാരത്തിൽ പറയാൻ. ഏത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അമ്പിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, അവരൊക്കെ സഞ്ചരിച്ച, അവർ നിലകൊണ്ട, അവർ നിലനിർത്തിയ, അവർ പൊന്നുപോലെ സംരക്ഷിച്ച ആ സിറാത്തുൽ മുസ്തഖീമിൽ നാദാ അതിലൂടെ ഞങ്ങളെ വഴി നടത്തണേ, അതിൽ ഞങ്ങളെ ഉറപ്പിക്കണേ. ശപിക്കപ്പെട്ട, പിഴവിലേക്ക് പോയ ആളുകളെ മാർഗത്തിലേക്ക് നാദാ ഞങ്ങളെ പറഞ്ഞു വിടരുത്. നോക്കൂ നിങ്ങൾ, ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇന്ന് റബീഉൽ അവ്വൽ 12, ഈ മാസം ആരംഭത്തിലേ തുടങ്ങി, ഇന്ന് കുറച്ചധികമാണ്. ഇനി ഒരു മാസം അവസാനിക്കുന്നത് വരെ കാണാനിരിക്കുന്നു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷം. ഇസ്ലാമിൽ എവിടെയെങ്കിലും ഒരു മൺതരി വലിപ്പത്തിൽ, ഒരു കരടിന്റെ വലിപ്പത്തിൽ അതുണ്ടെങ്കിൽ നമ്മുടെ മിമ്പറുകളിൽ അതുണ്ടാകും. ഇല്ലാത്ത ഒരു കാര്യമാണ്. സാധാരണക്കാരായ ആളുകളെ കൊണ്ട് പച്ചയായ ശിർക്ക് ചെയ്യിപ്പിക്കുന്ന, ആലോചിക്കണം, പച്ചയായ ശിർക്ക് ചെയ്യിപ്പിക്കുന്ന കള്ളക്കഥകൾ അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഏറ്റവും അപകടം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിഡ്ഢിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചക്ക് പഠിപ്പിച്ചു, ആദ്യ സൃഷ്ടി കലമാണ്, പേനയാണ്. എന്തേ? അത് പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവ്വലു ഖൽഖ്, ആദ്യ സൃഷ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണെന്ന് പഠിപ്പിച്ചില്ല? ഖുർആനിൽ അതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അതുണ്ടോ? സ്വഹാബത്ത് ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയോ? എന്തിനാണ് ഇത്തരത്തിലുള്ള
തെറ്റായ കള്ളമായ കാര്യങ്ങൾ സമൂഹത്തെ പലരും പഠിപ്പിക്കുന്നത്? അത് ലോകത്ത് ഷിയാക്കൾ എന്ന് പറയുന്ന അഥവാ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ പിൻപറ്റി വന്ന ഷിയാക്കൾ അവരുണ്ടാക്കിവിട്ട ഒരു വാദമാണ്, ഒരു വിശ്വാസമാണ്. അത് ലോകത്തിങ്ങനെ പടർന്നു വന്നു, നമ്മുടെ നാടുകളിലും എത്തി. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടതോ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പള്ളികളും മദ്രസകളും അങ്ങാടികളും ഒക്കെ അലങ്കരിച്ചു കൊണ്ട് നടക്കുക, അത് ഇസ്ലാം പഠിപ്പിച്ച ഏതെങ്കിലും ആഘോഷത്തിന്റെ ഭാഗമാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 പെരുന്നാളുകൾ, ആ പെരുന്നാളിലെങ്കിലും പറഞ്ഞോ നിങ്ങളെ വീടൊക്കെ ലൈറ്റ് കൊണ്ട് അതേപോലെ നല്ല വർണ്ണക്കടലാസുകൾ കൊണ്ട് അലങ്കരിക്കണം എന്നുള്ളത്. ഇനി യൗമുൽ ജുമുഅ ഒരു ഈദാണ്. ഏതെങ്കിലും ഒരാഴ്ച നമ്മൾ പള്ളി പ്രത്യേകമായി അലങ്കരിക്കുന്നുണ്ടോ? വർണ്ണക്കടലാസുകൾ തൂക്കുന്നുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ച 3 ആഘോഷങ്ങളിൽ അത് കാണുന്നില്ല. അപ്പൊ ഇത് എവിടുന്ന് വന്നു? ഇതെല്ലാം മറ്റു മതസ്ഥരുടെ വിശ്വാസപ്രകാരമുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ കടമെടുത്തുകൊണ്ടാണ് ഇതൊക്കെ സമൂഹത്തിലേക്ക് എത്തിയത്. നമ്മളത് തലവെച്ചു കൊടുക്കാൻ പറ്റൂല. അറിവില്ലായ്മ പലതിലേക്കും നമ്മളെ നയിക്കും. അറിയാതെ ഒരു മരുന്ന് പോലും നമ്മൾ കഴിക്കൂല. ഉണ്ടോ? നമ്മൾ വീട്ടിൽ വെച്ച് പോന്ന ഒരു മരുന്ന്, അത് ഉപയോഗിച്ച മരുന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പേടിയാണ്. ആ മരുന്ന് ഉപയോഗിച്ച ഇനി എന്തെങ്കിലും കേടുണ്ടാവോ? എന്നാ ഇനി വേറൊരു മരുന്ന് വാങ്ങാം. അങ്ങനെയല്ല, ആ രോഗത്തിന് പറ്റിയ മരുന്ന് വാങ്ങി കഴിക്കുള്ളൂ. അറിവില്ലായ്മ ഒരിക്കലും ആ മരുന്ന് കഴിക്കുക എന്നതിലേക്ക് നമ്മളെ നയിച്ചാൽ പോലും നമ്മൾ കഴിക്കൂല. അടുത്ത നിമിഷത്തെ നമ്മൾ പേടിക്കണം, തളർന്ന് വീഴും, അല്ലെങ്കിൽ മരിക്കും, തീരുമാനാകും. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ആളുകൾ ചെയ്തു കൂട്ടുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ശിർക്കിന് കയ്യും കണക്കൂല. പിന്നീട് അദ്ദേഹം പറയുന്നു, വഹാദാ അഫ്ളലുൽ അദ്ഇയ, ഏറ്റവും മുന്തിയ പ്രാർത്ഥനകളാണിത്. വഔജബഹാ അലൽ ഇബാദ്, അല്ലാഹു അടിമകളുടെ മേൽ ഈ പ്രാർത്ഥന നിർബന്ധമാക്കിയിരിക്കുന്നു. പിന്നെയോ വമൻ തഹഖഖ ബിഹാദ ദുആ, ഈ പ്രാർത്ഥന ഒരാൾ യാഥാർത്ഥ്യമാക്കിയാൽ ജഅലഹുല്ലാഹു മിൻ അഹ്ലിൽ ഹുദാ വർ-റശാദ്, സിറാത്തുൽ മുസ്തഖീമിൽ നേർമാർഗത്തിലുള്ള ആളുകൾ ആരാണോ അവരിലേക്ക് അത്തരക്കാരെ എത്തിക്കും എന്നാണ്. ഫഇന്നഹു സമീഉദ് ദുആ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അവൻ വാക്ക് ലംഘനം നടത്തുകയില്ല. റബ്ബ് നമുക്ക് ഉറപ്പ് തന്ന ഒരു കാര്യമാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ചോദിച്ചു വാങ്ങാൻ അവകാശപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ റബ്ബിനോട് ഒരു മറയില്ലാതെ, ഒരു തടസ്സമില്ലാതെ ധൈര്യമായി നമുക്ക് ചോദിക്കാം, അല്ലാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, താനാണ് ഞങ്ങൾക്ക് നേർമാർഗം, താ ഞങ്ങൾക്ക്. പിഴച്ച വഴികൾ, തെറ്റായ വഴികൾ, അതിൽ അകപ്പെടുന്ന, അതിൽ പെട്ടുപോകുന്ന ഒരാളായി, ഒരു കുടുംബമായി, ഒരു സമൂഹമായി നാഥാ ഞാൻ അടങ്ങുന്ന സമൂഹത്തെ മാറ്റരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഇത്ര തുറന്ന ഒരവസരം എവിടെയുള്ളത്? എവിടെയുള്ളത്? ഒരു പരാതി കൊടുക്കാൻ ഒരു സ്റ്റേഷനിൽ പോണെങ്കിൽ അവിടെ ചെല്ലുമ്പോ വാതിൽക്ക് നിൽക്കുന്ന പോലീസുകാരെ പേടിക്കണം, അല്ലേ? ഓനെ പേടിക്കണം ആദ്യം. ഉള്ളിൽ കയറിയാലോ അതിനേക്കാൾ വലിയ അമ്മമാർ ഓലും പേടിക്കണം. എല്ലാവരും പേടിച്ചിട്ട് ഓച്ചാനിച്ചിങ്ങനെ നിൽക്കണം, വേണ്ടേ? ഒരു വക്കീലിനെ കാണാൻ പോകണമെങ്കിൽ പേടിക്കണ്ടേ? ഒരു ഡോക്ടറെ കാണാൻ പോയാ നഴ്സിനെ കണ്ടാ പേടിച്ചു, നഴ്സ് നോക്കിയാ പേടിച്ചു നമ്മൾ, അല്ലേ? ഓൾക്ക് വേറെ ചൂടുണ്ടാവും, ഓളങ്ങനെക്കാരൻ. അള്ളാഹിന്റെ മുമ്പിൽ പറയാൻ ഉസ്താദിനെ പേടിക്കണോ? ഉപ്പയെ പേടിക്കണോ? ഉമ്മയെ പേടിക്കണോ? പോലീസിനെ പേടിക്കണോ? കോടതിയെ പേടിക്കണോ? മന്ത്രിയെ പേടിക്കണോ? ആരെ പേടിക്കണം? അതാ റബ്ബ് എന്ന് പറഞ്ഞാൽ. ആ റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ദീന് പൊന്നുപോലെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറുതെയാണ്, വെറുതെയാണ് ആ ജീവിതം. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക, ആത്മാർത്ഥമായി ആലോചിക്കുക. അള്ളാഹു വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഈ റബീഉൽ അവ്വലിൽ പള്ളികളിൽ കൂടുതൽ ആളുകൾ, വീടുകളിൽ കൂടുതൽ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പാപങ്ങളൊക്കെ ചെയ്ത് ലക അഷ്കൂ ഫീഹിഹാ, ഞാനിതാ പാപിയായി നിങ്ങളോട് ആവലാതി പറയുന്നു. എന്താ സഹോദരങ്ങളെ ഇത്? ഖുർആനിലൂടെ എത്ര ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, റബ്ബിനോട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ചോദിച്ചോളിയും. ഏതാ നമ്മൾ എടുക്കേണ്ടത്? ഒരാൾ എഴുതിയ ഈ മാലപ്പാട്ടാണോ വേണ്ടത്? പച്ചയായ അള്ളാഹുവിന്റെ കലാമാണോ നമുക്ക് വേണ്ടത്? ആത്മാർത്ഥമായി ആലോചിച്ചോളി. ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാന്റെ കലാമിനെ ഒരു വ്യക്തി എഴുതിക്കൂട്ടിയ കള്ളത്തരങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ കൈമലർത്തേണ്ടി വരും.
അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു മണ്ണാണിത്, ഒരു നാടാണിത്. ആ നാട്ടിൽ നമുക്ക് നമ്മുടെ ദീൻ കാത്തു സൂക്ഷിക്കാൻ മനസ്സില്ല. നമ്മളെല്ലാറ്റിലും ഇങ്ങനെ തലട്ടുങ്ങാണ്ടും കാലുവെച്ചുങ്ങാണ്ടും പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ദീൻ നമുക്ക് നൽകുന്ന ഇസ്സത്തിനെ നമ്മൾ തട്ടിക്കളയുന്നു. അത് പിന്നെ കിട്ടൂല. അതുകൊണ്ട് ഇസ്ലാമിനെ മുറുകെ പിടിച്ച് അതിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ നൽകുന്ന വെളിച്ചം അത് മങ്ങാതെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് ഉണർത്തിയത്. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അതിന് പലപ്പോഴും കാരണമായി പറയുന്നത് നല്ലതാണ് എന്ന ഒരൊറ്റ വാക്കാണ്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയല്ലേ, അല്ലെങ്കിൽ ഖുർആൻ അല്ലേ, അല്ലെങ്കിൽ ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആളുകൾ പറയാ. പലപ്പോഴും നമ്മൾ കേട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയുന്നവർ പ്രധാനമായും അവർ പറയും ഞങ്ങൾ ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് പോകുന്നവരാണ് എന്നൊക്കെ പറയും. ഇമാം ഷാഫിഈ റഹിമഹുള്ള ഇത്തരം തെറ്റായ തോന്നലുകൾ തിരുത്താൻ വേണ്ടി മാത്രം ഒരു കിതാബ് എഴുതിയ ആളാണ്. അർ-റിസാല എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു കിതാബുണ്ട്. അപ്പൊ ആ കിതാബിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് മനിസ്തഹ്സന ഫഖദ് ശർറഅ എന്ന. മനിസ്തഹ്സന, ഒരാള് നല്ലതായി കാണുക, നല്ലതല്ലേ എന്ന ഒരു വാക്ക് കൊടുത്തിട്ട് ഒരു കാര്യത്തെ അയാൾ സ്വീകരിച്ചാൽ ഫഖദ് ശർറഅ, അത് ശർആക്കി എന്നതിന്റെ അർത്ഥം. നമുക്ക് ശർആക്കാൻ അധികാരമുണ്ടോ? ശർഅ അല്ലാഹു തന്നതാണ്. ഇവിടെ ദുന്യാവിൽ വരുന്ന മാറ്റങ്ങളെ പോലെ, പുരോഗതികളെ പോലെ അള്ളാന്റെ ദീനിനെ മാറ്റാനും വലിക്കാനും നീട്ടാനും പറ്റൂല. അള്ളാഹുവിന്റെ ദീൻ അന്നും ഇന്നും എന്നും ഒന്നാണ്, അത് മാറ്റാൻ പറ്റൂല. അതിന്റെ നിയമങ്ങൾ ലോകാവസാനം വരെ അതങ്ങനെ തന്നെയാണ്. അപ്പൊ നല്ലതാണ് എന്ന ഒരു വാക്കിനെ കടമെടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് ദീനാക്കി കൊണ്ട് നടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ എത്ര തെറ്റായാലും സുഖാണി, ദീനാക്കാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാന്റെ പണി ഇയാൾ ചെയ്യുക, അത് ദീനാന്ന് ഉറപ്പിച്ചവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പണി ഇയാൾ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ ഒരു തെറ്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതാണ് ബിദ്അത്തിനെ ഉണ്ടാക്കുന്ന ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ കൂടിയാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അള്ളാഹ്ക്ക് പുറമെ ശറഅ് നൽകുന്ന ആരെങ്കിലും ഉണ്ടോ? മതനിയമം ഉണ്ടാക്കി തരുന്ന വല്ല പങ്കാളികളും ഉണ്ടോ എന്നാ ഖുർആന്റെ ചോദ്യം. അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അപകടം പോലും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ നിലക്ക് അപകടങ്ങളെയും തെറ്റുകളെയും തിരിച്ചറിയാനും തിരുത്താനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ ഈമാൻ ഓരോ തെറ്റുകളെയും കൈകൊണ്ട് തടയാൻ നമ്മളെ പ്രേരിപ്പിക്കണം. കൈകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിലുണ്ടോ കൈകൊണ്ട് തടയണം, മക്കളിലുണ്ടോ തടയണം. അതിനുള്ള അധികാരം കുടുംബത്തിലെ ആളുകൾക്കുണ്ട്. അത് കഴിഞ്ഞ് നാവ് കൊണ്ട് തടയണം. ഇപ്പൊ കൈകൊണ്ട് പേടുണ്ടെങ്കിൽ നാവ് കൊണ്ട് പറയണം, പാടില്ല, തെറ്റാണ്, ശരിയല്ല. ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുക. അതിനും കഴിയൂലെങ്കിൽ അതിന്റെ അപ്പുറം ഇനി ഈമാന്റെ ദുർബലത ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈമാൻ നമുക്ക് ഉള്ളതിന് അനുസരിച്ച് തെറ്റുകളെ പ്രതിരോധിക്കാൻ വിശ്വാസികളായ ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ, തെറ്റുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.